Today let us start with the third module. This module is actually concerned with the different signal encoding techniques. So signal encoding or simply encoding means we are converting the information or the data that we are having into a particular format so that we can easily transmit those data in the form of a signal. That is known as encoding. Okay. So signal encoding. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഒരു അനലോഗ് ഇൻഫർമേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയിരിക്കാം. ഏത് ഇൻഫർമേഷൻ ആണെങ്കിലും അത് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു എ പർട്ടിക്കുലർ ഫോർമാറ്റ്. ഓൺലി ആഫ്റ്റർ കൺവേർട്ടിങ് ഇൻ ടു ദാറ്റ് ഫോർമാറ്റ് വിൽ ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് ദോസ് സിഗ്നൽ. അത് സിഗ്നലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നോൺ as എൻകോഡിങ്, സിഗ്നൽ എൻകോഡിങ്. ഓക്കെ. So let us see the definition. Encoding is the process of converting the data or the given sequence of character into a specified format. Okay, for the secure transmission of data. Okay, for converting the data into a specified format. എന്തിനാ convert ചെയ്യുന്നത്? For the secure transmission of data. So we are having these four different variants of encoding techniques. The first one is digital data, digital signal. This means that we are having the digital data in our hand. We have to convert it into a digital signal. Digital data, analog signal, which means we are having the digital data. We have to convert it into a analog signal. Next one is analog data, analog information. We are having the analog information in our hand. We have to convert it into a analog signal. Next, analog data, digital signal, which means that we are having the analog data, we are converting it to digital signal. So this module is actually concerned with these four techniques. ഈ 4 ടെക്നിക്സ് കവർ ചെയ്തിട്ടുള്ളതാണ് ഈ നമ്മുടെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഓക്കെ. I'll be first discussing the digital data, digital signal. Today we are going to discuss this topic, digital data, digital signal techniques. So digital data, digital signal means that the digital data in the form of zeros and ones is converted to digital signal. A digital signal is a sequence of discrete discontinuous voltage pulses. But digital signal എന്ന് പറഞ്ഞാൽ എന്താണ്? It is not a continuous signal. It is having discrete voltage pulse. അപ്പോൾ നമ്മുടെ സിഗ്നൽ ഓർ ദ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോം ഓഫ് വോൾട്ടേജ്. ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല. നമ്മുടെ ആനലോഗ് സിഗ്നൽ എങ്ങനെയാണ്? നമ്മുടെ ആനലോഗ് സിഗ്നൽ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ആനലോഗ് സിഗ്നൽ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് ആൻ അനലോഗ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇതൊരു വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക, വോൾട്ടേജിൻ്റെ വേരിയേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആകുമ്പോഴത്തേക്കും അത് കണ്ടിന്യൂസ് അല്ല, ഇറ്റ് ഈസ് ഹാവിങ് ഡിസ്കണ്ടിന്യൂസ് വോൾട്ടേജ് പൾസസ്. അപ്പോൾ ഇതിൽ എല്ലാ വാല്യൂസും എടുക്കില്ല. നമ്മളപ്പോൾ ഈ പർട്ടിക്കുലർ വാല്യൂ എടുക്കും. ഓക്കെ, ഇതിലുള്ള വാല്യൂ എടുക്കും, ചിലപ്പം ഇതെടുക്കും, ദിസ് വൺ. So these are not continuous value. This is a discrete value. ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ള വാല്യൂ, വോൾട്ടേജ് വാല്യൂ, ഇവിടെ ഈ പർട്ടിക്കുലർ വാല്യൂ പോയിന്റിലുള്ള വാല്യൂ, ഇവിടെ ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ള വാല്യൂ, ഇവിടെ ഇങ്ങനെ. അതാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നതാണ്. ഡിസ്ക്രീറ്റ് ഡിസ്കണ്ടിന്യൂസ് വോൾട്ടേജ് പൾസസ്. ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഡിസ്കണ്ടിന്യൂസ് വോൾട്ടേജ് പൾസസ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ക്ലിയർ? നൗ ഈച്ച് പൾസ് ഈസ് എ സിഗ്നൽ എലിമെൻറ്റ്. ഓക്കെ, ഈ ഓരോ വോൾട്ടേജ് പൾസും ഓരോ സിഗ്നൽ എലിമെൻ്റ് ആക്കി നമ്മൾ മാറ്റും. ഓക്കെ, ഇത് ഒരു വോൾട്ടേജ് പൾസാണ്, അതിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ സിഗ്നൽ എലിമെൻ്റ് ആക്കും. ദിസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ക്ലിയർ? അപ്പോൾ ഈ ഓരോ വോൾട്ടേജ് പൾസിനെ നമ്മൾ ഓരോ സിഗ്നൽ എലിമെൻ്റ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ബൈനറി ഡാറ്റ ആർ ട്രാൻസ്മിറ്റഡ് ബൈ എൻകോഡിങ് ഈച്ച് ഡാറ്റ ബിറ്റ് ഇൻ ടു എ സിഗ്നൽ എലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ബൈനറി ഡാറ്റ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ബൈനറി ഡാറ്റ ആർ ട്രാൻസ്മിറ്റഡ് ബൈ എൻകോഡിങ് ഈച്ച് ഡാറ്റ, ഓരോ ഡാറ്റ ബിറ്റ് ഇൻ ടു സിഗ്നൽ എലിമെൻറ്റ്. ഈ ഓരോ ഡാറ്റ ബിറ്റിനെ നമ്മൾ സിഗ്നൽ എലിമെൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സി ഹിയർ വി ആർ ഹാവിങ് ദ ബൈനറി വാല്യൂ 1. അപ്പോൾ ബൈനറി വാല്യൂ 1ന് വിൽ ബി ക്രിയേറ്റിംഗ് എ ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, ഒരു പോസിറ്റീവ് സിഗ്നൽ വരുന്നു. ഓക്കെ, 0 വരുമ്പോഴത്തേക്കും നമുക്കവിടെ സിഗ്നൽ ഇല്ല. ഓക്കെ, അവിടെ നമുക്ക് സിഗ്നൽ ഇല്ല, അവിടെ ഇൻഫർമേഷൻ വോൾട്ടേജ് ഇല്ല. ഓക്കെ, ഇനി 1 വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ട്രാൻസിഷൻ ഫ്രം ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ്.
ഓക്കെ, അതാണ് പറയുന്നത് ബൈനറി ഡാറ്റ ട്രാൻസ്മിറ്റഡ് ബൈ എൻകോഡിങ് ഈച്ച് ഡാറ്റ ഓരോ ബിറ്റ്, ഈച്ച് ഡാറ്റ ബിറ്റ് ഇൻറ്റു സിഗ്നൽ എലിമെൻറ്റ്. ഈ 1 എന്ന് പറയുന്ന ബിറ്റിൻ്റെ സിഗ്നൽ എലിമെൻ്റാണിത്, 0 എന്ന് പറയുന്നതിൻ്റെ സിഗ്നൽ എലിമെൻ്റാണിത്. ഓക്കെ, വീണ്ടും 0 ആയതുകൊണ്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ. Okay, continue till when a 1 occurs. When a 1 occurs, the transition will be happening from 0 to 1. Okay, 0 to 1 transmission എങ്ങനെയാണ് വരുന്നത്? ഫ്രം ലോ ടു ഹൈ ലേക്കുള്ള ട്രാൻസിഷൻ വരും. Okay, this is how we are encoding a digital data into a digital signal. So this is a digital signal. Clear? അപ്പോൾ ഇതിന് നമുക്ക് ഓരോ ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. Before that, one more point we have to study, that is unipolar and polar signal. ഇപ്പോൾ യൂണിപോളാർ എന്ന് പറയുമ്പോഴത്തേക്കും it have only a single signal. The complete signal will be having only a single sign, either positive or negative, either full positive or either full negative. അതാണ് യൂണിപോളാർ എന്ന് പറയുമ്പോൾ. ക്ലിയർ? ആ ഡെഫിനിഷൻ നോക്കാം. If the signal element have same algebraic sign, that is all positive or all negative, then the signal is called യൂണിപോളാർ. അപ്പോൾ അവിടെ നമുക്ക് ഒന്നുകിൽ എല്ലാ സിഗ്നൽ എലിമെൻറ്റും വിൽ ബി പോസിറ്റീവ് ഓർ ഓൾ ദ സിഗ്നൽ എലിമെൻറ്റ് വിൽ ബി നെഗറ്റീവ്. ഒരു സിഗ്നൽ എലിമെൻറ്റ് പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്, അങ്ങനെ യൂണിപോളാറിൽ വരത്തില്ല. ക്ലിയർ? സോ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഫോർ യൂണിപോളാർ. സി ഹിയർ, ഇവിടെ നമുക്കൊരു പോസിറ്റീവ് എലിമെൻറ്റ്, അഗെയിൻ ഒരു പോസിറ്റീവ്, നോ നെഗറ്റീവ്. ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നെഗറ്റീവ് ആയിരുന്നേ. ക്ലിയർ? ദാറ്റ് ഈസ് നോൺ ആസ് യൂണിപോളാർ. Okay, signal element have the same sign throughout, either all positive or all negative. Clear? That is known as unipolar. Now polar signal means one logic state is represented by a positive voltage level and other by a negative voltage level. അതായത് നമുക്ക് രണ്ട് സിഗ്നലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ഒരു ലോജിക് സ്റ്റേറ്റ് പോസിറ്റീവിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യും, വേറൊരു ലോജിക് സ്റ്റേറ്റ് നെഗറ്റീവിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് വോൾട്ടേജിന് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഹൈ പീക്ക്. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ, നോ സൈൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരും. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ നേരെ താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ പോസിറ്റീവിന് നമ്മൾ ഹൈ പീക്ക് വരും, നെഗറ്റീവിന് ലോ പീക്ക് വരും. ഇതാണ് പോളാറിലാകുമ്പോഴത്തേക്ക് രണ്ട് സൈനും ഉണ്ട്. യൂണിപോളാർ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സൈൻ, എയ്തർ ഓൾ പോസിറ്റീവ് ഓർ ഓൾ നെഗറ്റീവ്. Okay, in polar we will be having both positive as well as negative. Okay, each positive we are having a representation method for positive and negative. Clear? This is known as polar and unipolar signal. Clear? Now digital signal എന്താണ് നമ്മൾ പഠിച്ചു, അതിൻ്റെ ടെക്നിക്സ്. വാട്ട് ആർ ദ ടെക്നിക്സ് that can have a digital data converted to a digital signal. Clear? So these are the technique we are we need to study in this syllabus. NRZ, non-return to zero technique. Multi-level binary രണ്ടെണ്ണം ഉണ്ട്, bipolar AMI and pseudoternary. Then biphase technique, Manchester and differential Manchester. ഈ മൂന്ന് ടെക്നിക്കുകളും നമ്മൾ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് non-return to zero or NRZ. NRZ code has 1 for high voltage and 0 for low voltage. നമുക്കറിയാവുന്ന പോലെ ബൈനറി 1 വരുമ്പോഴത്തേക്കും വിൽ ബി ഹാവിങ് ഹൈ വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്യും, 0 വരുമ്പോഴത്തേക്കും ലോ വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് NRZ. ക്ലിയർ? നോൺ റിട്ടേൺ ടു 0 എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഹൈക്ക് 1ന് നമ്മൾ ഹൈ വോൾട്ടേജ്, 0ക്ക് നമ്മൾ ലോ വോൾട്ടേജും കൊടുക്കും. ക്ലിയർ? The main behavior of NRZ code is that the voltage level remain constant during a bit interval. ഒരു ബിറ്റ് ഇൻ്റർവെല്ലിൽ ആ വോൾട്ടേജിന് ഒരു വ്യത്യാസം വരുന്നത്, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഈസ് എ ബിറ്റ് ഇൻ്റർവെൽ. ഇതിനിടയ്ക്കുള്ള ബിറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ബിറ്റ് ഇൻ്റർവെല്ലിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വോൾട്ടേജ്. ദ വോൾട്ടേജ് ഇസ് റിമെയിനിങ് കോൺസ്റ്റൻറ്റ് ഫോർ ദ എൻറ്റയർ 1. അല്ലേ, എൻറ്റയർ 1ലുള്ള ബിറ്റ് പീരീഡിൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ സെയിം വോൾട്ടേജ്. Clear? See here, look at here. This is a bit period. Here also the voltage is remaining constant, that is 0. It is maintaining as 0. ഇവിടെ അതുപോലെ 0 0 0. Now 1 വരുമ്പോഴത്തേക്കും 0 നിന്ന് 1ലേക്ക് ട്രാൻസിറ്റ് ചെയ്തു.
okay, during the beginning of the bit period. Okay, പിന്നെ entire bit period it remains 1, voltage remain constant. അതാണ് ഈ പോയിന്റ് പറയുന്നത്. മെയിൻ ബിഹേവിയർ ഓഫ് NRZ കോഡ് ഈസ് ദാറ്റ് ദ വോൾട്ടേജ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ദ ബിറ്റ് പീരീഡ്. It will maintain the same voltage state if the value of the previous bit and the value of the present bit are same. Okay, അപ്പോൾ നമ്മുടെ പ്രീവിയസ് ബിറ്റും ഈ കറണ്ട് ബിറ്റും സെയിം ആണെങ്കിൽ ഇറ്റ് വിൽ റീറ്റെയിൻ ദ സെയിം സെയിം വോൾട്ടേജ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു സ്റ്റേറ്റ് നോക്കുക, ഇവിടെ നമുക്ക് 0 ആണ്. ഓക്കെ, ഇപ്പോൾ പ്രീവിയസിലും 0 ആയിരുന്നു. അപ്പോൾ അതേ സ്റ്റേറ്റ് തന്നെ ഇവിടെയും കണ്ടിന്യൂ അല്ലേ? ക്ലിയർ? അതാണ് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ പ്രീവിയസ് ബിറ്റ് ആൻഡ് ദ പ്രസൻറ്റ് ബിറ്റ് ആർ സെയിം, ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ സെയിം വോൾട്ടേജ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രീവിയസ് 0, പ്രസൻറ്റും 0. സോ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ സെയിം വോൾട്ടേജ് ലെവൽ. ക്ലിയർ? ഇപ്പോൾ പ്രീവിയസിൽ എന്താണോ അത് തന്നെ നമുക്ക് പ്രീവിയസിൻ്റെയും പ്രസൻറ്റിൻ്റെയും വോൾട്ടേജ് ബിറ്റുകൾ സെയിം ആണെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ ഇൻ ദ സെയിം വോൾട്ടേജ് ലെവൽ. ഓക്കെ, പക്ഷേ ഇവിടെ എങ്ങനെയാണോ? അല്ല, ഇവിടെ പ്രസൻറ്റ് 1, പ്രീവിയസ് 0. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ട്രാൻസിഷൻ നടന്നത്. 0 നിന്ന് 1 വന്നപ്പോഴത്തേക്കും ഇറ്റ് പെർഫോംഡ് എ ട്രാൻസിഷൻ. ക്ലിയർ? സോ ദിസ് ഈസ് നോൺ റിട്ടേൺ ടു 0, NRZ. ഇറ്റ് ഈസ് വെരി ഈസി കോൺസെപ്റ്റ്. Now we are going to see the variation in NRZ, that is NRZ level. Okay, this is another variant. There is a change in the polarity of the signal only when the incoming signal changes from 1 to 0 or 0 to 1. When there is a transition from 0 to 1 or 1 to 1 to 0, there will be a transition in the signal polarity. Okay, change in the signal polarity. Look at the figure. ഹിയർ 0. അപ്പോൾ 0, 1. നെക്സ്റ്റ് അടുത്ത പോയിൻ്റ് ഏതാണ്? അടുത്ത ബിറ്റ് പീരീഡിൽ 1 ആണ്. അപ്പോൾ 0 നിന്ന് 1 ട്രാൻസിഷൻ. അസ്യൂം ദാറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 0 എന്ന് പറയുന്ന ഹൈ ലെവലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0ക്ക് നമ്മൾ ലോ, 1ന് ഹൈ എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഇവിടെ. 0ക്ക് ഹൈയോ ലോ എന്ത് വേണോ ആകാം. പക്ഷേ 0 നിന്ന് 1 വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? ഒരു ട്രാൻസിഷൻ ഒക്കർ ചെയ്തിരിക്കണം. ട്രാൻസിഷൻ മസ്റ്റ് ഹാപ്പൻ ഇഫ് ദർ ഈസ് എ ബിറ്റ് ചേഞ്ച് ഫ്രം 0 to 1 or 1 to 0. അപ്പോൾ ഇവിടെ നിന്ന് 0 നിന്ന് 1 ഒരു ചേഞ്ച് ഉണ്ട് അല്ലേ? അപ്പോൾ 0 നിന്ന് 1 വരുമ്പോഴത്തേക്കും എ ട്രാൻസിഷൻ ഹൈ നിന്ന ആൾ, അപ്പോൾ ഇവിടെ 0 നിന്ന് 1 വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഹൈ നിന്നിരുന്ന 0 ട്രാൻസിറ്റ് ചെയ്ത് 1 പോയി. ഓക്കെ, വീണ്ടും ഫ്രം 1 to 0 ട്രാൻസിഷൻ വന്നപ്പോഴത്തേക്കും ലോയിൽ നിന്നിരുന്ന വോൾട്ടേജ് ഹൈയിലോട്ട് പോയി. ഓക്കെ, ഇനി വീണ്ടും 0 വന്നപ്പോഴത്തേക്കും ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഡാറ്റ. സോ ദ സിഗ്നൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. മനസ്സിലായോ? ഇനി വീണ്ടും 0 നിന്ന് 1 ട്രാൻസിഷൻ വന്നപ്പോഴത്തേക്കും ഈ ഹൈ നിന്നിരുന്ന വോൾട്ടേജ് വെൻ ടു ലോ അറ്റ് ദിസ് പോയിൻറ്റ്. വീണ്ടും 1 ആണ്. അപ്പം 1 നിന്ന് 1 ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ സിഗ്നൽ. ഓക്കെ, ചേഞ്ച് ഇൻ ദ ഡാറ്റ. അപ്പോൾ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് റിമെയിൻസ് ദ സെയിം വോൾട്ടേജ്, ലോ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ വീണ്ടും 1 to 0 വന്നപ്പോഴത്തേക്കും ട്രാൻസിഷൻ വേണ്ടി വന്നു അല്ലേ? അപ്പോൾ നമ്മൾ 0 നിന്ന് ഹൈയിലേക്ക് പോയി. ഓക്കെ, ദെൻ 0 to 0, നോ ട്രാൻസിഷൻ, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. 0 to 0, നോ ട്രാൻസിഷൻ, റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. 0 to 1, ഓക്കെ, ഹൈ നിന്ന് ലോയിലേക്ക്. ക്ലിയർ? 1 to 1, സെയിം റിമെയിൻസ് ദ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് നോൺ റിട്ടേൺ ടു 0 ലെവൽ. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ പൊളാരിറ്റി ഓഫ് ദ സിഗ്നൽ. പൊളാരിറ്റി ഓഫ് ദ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഹൈ നിന്ന് ലോ അല്ലെങ്കിൽ ലോയിൽ നിന്ന് ഹൈ. ഓക്കെ, ദാറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ ദർ ഈസ് എ ചേഞ്ച് ഫ്രം 1 to 0. ഡാറ്റയിൽ 1 to 0 അല്ലെങ്കിൽ 0 to 1 ട്രാൻസിഷൻ വരുമ്പോൾ മാത്രമേ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? ദറ്റ് ഈസ് നോൺ ആസ് നോൺ റിട്ടേൺ ടു 0 L. ക്ലിയർ? അപ്പോൾ നിങ്ങളിവിടെ 0ക്ക് ലോ, 1 to ഹൈ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ചിലപ്പോൾ 0 ചിലപ്പോൾ ഹൈ നിൽക്കും, ചിലപ്പോൾ 1 ചിലപ്പോൾ ലോയിൽ നിൽക്കും. നിങ്ങളിത് മാത്രം നോക്കുക. എന്താ നോക്കേണ്ടത്? നമ്മുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ 0 നിന്ന് 1 ട്രാൻസിഷനോ 1 നിന്ന് 0 ട്രാൻസിഷനോ വരെയാണെങ്കിൽ നിങ്ങൾ എന്ത് മാറ്റി കൊടുക്കണം? നിങ്ങൾ ഈ പൊളാരിറ്റി, സിഗ്നലിൻ്റെ പൊളാരിറ്റി മാറ്റി കൊടുക്കണം. ഇപ്പോൾ 0 ഹൈ നിൽക്കുകയാണെങ്കിൽ 0 നിന്ന് 1 വരുമ്പോഴത്തേക്കും നിങ്ങൾ ലോ ആക്കി കൊടുക്കുക. ഓക്കെ, ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ്
another variation to this NRZ, which is non-return to 0 inverted. Okay, this is another variant. If a 1 occurs at the incoming signal, then there occurs a transition at the beginning of the bit interval. For 0 at the incoming signal, there is no transition. ക്ലിയർ. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, 0 നിന്ന് 1ലേക്കോ അല്ലെങ്കിൽ 1 നിന്ന് 0ലോട്ടോ വരെയാണെങ്കിൽ ട്രാൻസിഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലിയർ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ 1 വരുമ്പോൾ മാത്രം വിൽ ബി പെർഫോമിങ് ദ ട്രാൻസിഷൻ. ലുക്ക് അറ്റ് ദ ഫിഗർ. ഫസ്റ്റ് 0 സ്റ്റാർട്ടിങ് ഫ്രം ലോ, ചിലപ്പോൾ ഹൈ എന്നായിരിക്കാം, അത് നിങ്ങൾ നോക്കണ്ട. ചിലപ്പം ഇവിടെ നമ്മൾ ലോ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ 0 ലോ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ലോ വോൾട്ടേജ്. 1 വരുമ്പോഴത്തേക്കും വി വിൽ പെർഫോം ദ ട്രാൻസിഷൻ. ഓക്കെ, ആ വോൾട്ടേജ് ട്രാൻസിഷൻ വന്നു, ഹൈ ലോയിൽ നിന്ന് ഹൈയിലോട്ട് എടുത്തു. ഓക്കെ, ദിസ് വിൽ മെയിൻറ്റെയിൻ ടിൽ വി ഫൈൻഡ് അനദർ 1. ഓക്കെ, അടുത്ത 1 വരുന്ന വരെ ദിസ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ അടുത്ത 1 വന്നു, അപ്പോഴത്തേക്ക് നമ്മൾ ട്രാൻസിറ്റ് ചെയ്തു അല്ലേ, ലോ വോൾട്ടേജിലോട്ട് പോയി. വീണ്ടും അടുത്ത 1 ആണ്, അപ്പോഴത്തേക്കും വീണ്ടും ലോയിൽ നിന്ന് ഹൈയിലോട്ട് വന്നു. ഓക്കെ, സോ ദിസ് വിൽ ബി മെയിൻറ്റെയിൻഡ് അൺടിൽ വി എൻകൗണ്ടർ ദ നെക്സ്റ്റ് 1. നെക്സ്റ്റ് 1 നമ്മളിവിടെ എൻകൗണ്ടർ ചെയ്തു, അപ്പോഴത്തേക്കും ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോയി. ഓക്കെ, വീണ്ടും അടുത്ത 1 ഇവിടെ വന്നു, അപ്പോൾ നമ്മൾ ലോയിൽ നിന്ന് വീണ്ടും ഹൈയിലോട്ട് പോയി. ദിസ് ഈസ് നോൺ ആസ് നോൺ റിട്ടേൺ ടു 0 ഇൻവേർട്ടഡ്. ഓക്കെ, ക്ലിയർ. സോ നോൺ റിട്ടേൺ ടു 0 ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, the transition will happen when the signal or the data transition is there from 0 to 1 or 1 to 0. ഓക്കെ, അവിടെ അതായിരുന്നു പ്രീവിയസ്. ഇപ്പോൾ നോൺ റിട്ടേൺ ടു 0 ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 വരുമ്പോൾ മാത്രം ട്രാൻസിഷൻ വിൽ ഹാപ്പൻ, ട്രാൻസിഷൻ ഓഫ് ദ സിഗ്നൽ വിൽ ഹാപ്പൻ, അതർവൈസ് നോട്ട്. ക്ലിയർ. അപ്പോൾ ഇവിടെ 0 1 വരുമ്പോഴത്തേക്കും ഹാപ്പൻ ചെയ്തു, അടുത്ത 1 വരെ ഇറ്റ് വിൽ ബി റിറ്റെയിനിങ് ദ സെയിം ലെവൽ. ക്ലിയർ. അതാണ് നോൺ റിട്ടേൺ ടു 0 ഇൻവേർട്ടഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലിയർ. നെക്സ്റ്റ് ഈസ് മൾട്ടി ലെവൽ ബൈനറി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ടൈപ്പ് ഓഫ് ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ വരെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ, NRZൽ. ഇവിടെ നമ്മൾ മൾട്ടി ലെവൽ നമ്മൾ നോക്കുന്നില്ല, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, വി ആർ ഹാവിങ് ഓൺലി 2 ലെവൽ 0 and 1 അല്ലേ. മൾട്ടി ലെവൽ ബൈനറി എങ്ങനെയാണ്, മൾട്ടി ലെവൽ ബൈനറി എൻകോഡിംഗ് ടെക്നിക് അഡ്രസ് സം ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് NRZ കോഡ്. അപ്പോൾ NRZ കോഡിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അതാണ്, വി ആർ ഹാവിങ് ഓൺലി 2 ലെവൽ 0 and 1. നമുക്കിവിടെ പോസിറ്റീവ് നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, ആ ടെക്നോളജി ഇതിലില്ല. ഓക്കെ, എയ്തർ പോസിറ്റീവ്, നമുക്കിവിടെ യൂണിപോളറായിട്ടേ പറ്റത്തുള്ളൂ. ക്ലിയർ. അപ്പോൾ മൾട്ടി ലെവൽ ബൈനറി technique address some issues of the NRZ code. These codes use some of the 2 signal level. ഓക്കെ, ഇപ്പോൾ 2 ലെവൽ നമ്മൾ മോർ ദാൻ 2 ലെവൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് നേരത്തെ പ്രീവിയസ് ഇതുവരെ നമ്മൾ 2 ലെവലാണ് പഠിച്ചത്. ഇവിടെ നമുക്ക് 3 or 4 എത്ര ലെവൽ വേണോ നമുക്ക് യൂസ് ചെയ്യാം. മോർ ദാൻ 2 ലെവൽസ് വിൽ ബി permitted in the multi-level binary concept. So there we are having 2 technologies, so 2 techniques in multi-level binary. The first one is bipolar AMI and pseudo-ternary. Bipolar AMI. What is bipolar AMI and what is pseudo-ternary? We will be studying in detail. Bipolar AMI scheme. Bipolar AMI scheme, a binary 0 is represented by no line and binary 1 is represented by a പോസിറ്റീവ് ഓർ നെഗറ്റീവ് പൾസ്. അതായത് നമ്മൾ 0 വന്നു കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ ഇല്ല. ഓക്കെ, അവിടെ നമ്മൾ നോ സിഗ്നലാണ്, നമുക്ക് 0 ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ 1 വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഓൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിലോട്ട് പോകും. ആദ്യത്തെ 1 കാണുമ്പോഴത്തേക്കും ചിലപ്പം പോസിറ്റീവിലോട്ട് പോകും, പോസിറ്റീവിൽ വന്ന ആൾ അടുത്ത 1 കാണുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഗോയിങ് ടു നെഗറ്റീവ്. ഓക്കെ, ലെറ്റ് us look at the figure. Bipolar AMI. So from 0 there is no signal, 0 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 1 വന്നപ്പോഴത്തേക്കും ഇറ്റ് വെൻ ടു ദ പോസിറ്റീവ് വോൾട്ടേജ്, പോസിറ്റീവ് ട്രാൻസിഷനിലേക്ക് പോയി. ക്ലിയർ. ഇനി വീണ്ടും 0 വന്നപ്പോഴത്തേക്കും നോ വോൾട്ടേജ്. നൗ 1 വന്നപ്പോഴത്തേക്കും നേരത്തെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി നെഗറ്റീവിലോട്ട് പോകും. Why negative? Because in previous one
it went to the positive transition. Okay, here because of that, for next one it will be going to negative voltage, negative transition. Okay, negative voltage പോയി. Now again 1, അപ്പോൾ വീണ്ടും നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്നു. ക്ലിയർ? ഈ സീറോ ആകുമ്പോഴത്തേക്കും നോ സിഗ്നൽ. ഓക്കെ, നോ സിഗ്നൽ. നെക്സ്റ്റ് 1 വരുമ്പോഴത്തേക്കും നെഗറ്റീവ്. വൈ നെഗറ്റീവ്? ബിക്കോസ് ഹിയർ ഇറ്റ് വാസ് പോസിറ്റീവ്. പ്രീവിയസ് 1ൽ പോസിറ്റീവ് ആയിരുന്നു. സോ നെക്സ്റ്റ് 1 വിൽ ബി നെഗറ്റീവ്. Okay, then again 1, it is positive. This is bipolar AMI. Clear? But this is the concept. Okay, for binary 0 ആണെങ്കിൽ there is no signal. Binary 1 ആണെങ്കിൽ it is represented by positive or negative. And positive and negative will be alternating. If the first initially it was positive, in the next one it will be negative. In next one it will be positive. Okay, positive and negative will be in alternating. അതാണ് പറയുന്നത്. ബൈനറി 1 pulses must alternate in polarity. ബൈനറി 1 pulses will alternate in polarity. Alternate in polarity എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബൈനറി 1 കാണുമ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ബൈനറി 1 കാണുമ്പോഴത്തേക്കും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ മീനിങ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നോ സിഗ്നൽ. 1 വരുമ്പോഴത്തേക്കും പോസിറ്റീവ് സിഗ്നലിലോട്ട് പോയി. ഓക്കെ, ഇനി പോസിറ്റീവ് വോൾട്ടേജിലോട്ട് പോയി. 0 വരുമ്പോഴത്തേക്കും നോ വോൾട്ടേജ്. അടുത്ത 1 വന്നപ്പോഴത്തേക്കും നെഗറ്റീവ് വോൾട്ടേജ്. ബിക്കോസ് പ്രീവിയസ് 1 പോസിറ്റീവ് വോൾട്ടേജിലോട്ട് പോയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, വീണ്ടും അടുത്ത 1 അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും ഒരു 1 വന്നതുകൊണ്ട് നെഗറ്റീവ് വോൾട്ടേജ് നിന്ന് പോസിറ്റീവ് വോൾട്ടേജിലോട്ട് പോയി. ഓക്കെ, പിന്നെ ലൈൻ റിമൈൻ നോ സിഗ്നൽ. ദെൻ 1 നെഗറ്റീവ് വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജ്. ഓക്കെ, ദിസ് ഈസ് ബൈപോളാർ AMI സ്കീം. ക്ലിയർ? സോ ദിസ് ഈസ് കമ്മിങ് അണ്ടർ മൾട്ടി ലെവൽ ബൈനറി. അപ്പോൾ മനസ്സിലായില്ലേ, 2 ലെവൽ വന്നില്ലേ, പോസിറ്റീവിനും നെഗറ്റീവിനും 2 ലെവൽ വന്നു. മറ്റേ നമ്മൾ മോർ ദാൻ 2 ലെവൽ വന്നില്ലേ അല്ലേ, മോർ ദാൻ 2. മറ്റേ നമ്മൾ 2 ലെവലേ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ മോർ ദാൻ 2 ഉണ്ട് അല്ലേ. പോസിറ്റീവിന് ഒരു ലെവൽ, നമുക്ക് നോ സിഗ്നലിന് ഒരു ലെവൽ, നെഗറ്റീവിന് വേറെ ഒരു ലെവൽ. ഓക്കെ, ഇപ്പോൾ 3 ലെവൽസ് വന്നു. 1, 2, 3. ക്ലിയർ? അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മൾട്ടി ലെവൽ ബൈനറി എൻകോഡിംഗ് സ്കീമിൻ്റെ കീഴിൽ ഇതിനെ വരുത്തുന്നത്. ഇറ്റ്സ് നോൺ ആസ് ബൈപോളാർ AMI സ്കീം. ഞാൻ മൾട്ടി ലെവലിൻ്റെ വേറൊരു കോൺസെപ്റ്റ് ആണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കണം. ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ടു ദിസ് ബൈപോളാർ AMI. അഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ് വൺ, ദർ വിൽ ബി നോ ലോസ് ഓഫ് സിങ്ക്രണൈസേഷൻ ഇഫ് എ ലോങ് സ്ട്രിങ് ഓഫ് 1 ഒക്കേഴ്സ്. ഓക്കെ, മറ്റേൽ 1 ലോങ് സ്ട്രിങ് ഓഫ് 1 വരുമ്പോഴത്തേക്കും നമുക്ക് സിഗ്നൽ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരുന്നു NRZൽ. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. കണ്ടിന്യൂസ് 1 വന്നാലും എന്താണ്, പൊളാരിറ്റികൾ തമ്മിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ സിങ്ക്രണൈസേഷൻ നമുക്കുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു സിഗ്നൽ 1 വരുമ്പോഴത്തേക്കും പോസിറ്റീവ് പോവും, അടുത്ത 1 നെഗറ്റീവ് പോവും. അതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ആ സിങ്ക്രണൈസേഷൻ നമുക്ക് അറിയാൻ പറ്റും. NRZൽ അങ്ങനെയല്ല. 1 വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ലെവൽ വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ആ സിഗ്നൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിങ്ക്രണൈസേഷൻ ബുദ്ധിമുട്ടാണ്. Okay, that is the first concept. Second point is, because the 1 signals alternate in voltage from positive to negative, there is no net DC component. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് DC ഇല്ല, എപ്പോഴും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പോസിറ്റീവ് ഒരു 1 പോസിറ്റീവ് പോവും, അടുത്ത 1 നെഗറ്റീവ് പോവും, അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് DC കമ്പോണൻ്റ് ഇല്ല. ഓക്കെ, DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാണ്, അവിടെ ഓൾട്ടർനേറ്റിംഗ് ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ എപ്പോഴും ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റീവ് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കവിടെ DC കമ്പോണൻറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. Okay, that is a advantage. So these are the 2 advantages of bipolar AMI. Next we can see pseudoternary. The pseudoternary, it is a binary 1 that is represented by the absence of the line and the binary 0 by alternating positive and negative pulse. നമ്മൾ ബൈപ്പോളറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അല്ലേ. 1 വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് കണ്ടു, 1 വന്നപ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അങ്ങനെയല്ല. 0 വരുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റ് ചെയ്യുന്നത്. 1 വരുമ്പോഴത്തേക്കും അവിടെ നോ സിഗ്നലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 വരുമ്പോഴത്തേക്കും നോ സിഗ്നൽ, 0 വരുമ്പോഴത്തേക്കും പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റിംഗ്. ഓക്കെ, വിൽ ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഫസ്റ്റ് 0 നമ്മൾ പോസിറ്റീവിലാണ് നിന്നത്. ഇത് കുഴപ്പമില്ല, ഇത് നെഗറ്റീവ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് എങ്ങനെ വേണോ ആകാം. അപ്പോൾ ഇവിടെ നമ്മൾ 0 സ്റ്റാർട്ടിങ് പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു.
പോസിറ്റീവ്, then 1 ആയപ്പോഴത്തേക്ക് നോ സിഗ്നൽ. ഓക്കെ, നെക്സ്റ്റ് 0 വന്നപ്പോഴത്തേക്ക് നെഗറ്റീവ്, അടുത്ത 0 വന്നപ്പോഴത്തേക്ക് പോസിറ്റീവ്, 1 വരുമ്പോഴത്തേക്ക് നോ സിഗ്നൽ, വീണ്ടും 1 നോ സിഗ്നലാണ്, കണ്ടിന്യൂ ചെയ്യും. 0 വന്നപ്പോഴത്തേക്ക് നെഗറ്റീവ് വോൾട്ടേജ്, വീണ്ടും 0 വന്നപ്പോഴത്തേക്കും പോസിറ്റീവ് വോൾട്ടേജ്, 0 വന്നപ്പോഴത്തേക്ക് നെഗറ്റീവ് വോൾട്ടേജ്, 1 വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മൾ സെയിം വോൾട്ടേജ്, നോ വോൾട്ടേജ്. ക്ലിയർ? അപ്പോൾ ബൈപോളർ AMIയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ സ്യൂഡോ ടെർണറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ ബൈപോളർ AMI എഴുതി 1 വരുമ്പോഴത്തേക്കും ഇറ്റ് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഹിയർ 0 വരുമ്പോഴത്തേക്കും ഇറ്റ് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ക്ലിയർ? ഇതാണ് സ്യൂഡോ ടെർണറി. So these two concepts is coming under multi-level encoding techniques. Okay. Next is biphase. There is another set of coding technique grouped under the term biphase that overcome the limitations of NRZ code. Two of these techniques are Manchester and differential Manchester. അപ്പോൾ ബൈഫേസ് ടെക്നിക്ക് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റാണ്, പുതിയ കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ NRZലുണ്ടായിരുന്ന മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ NRZൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 1 വരികയാണെങ്കിൽ ഇറ്റ് റിമെയിൻസ് ഇൻ ദ സെയിം പാറ്റേൺ, ദ സിഗ്നൽ വിൽ ഫോളോ ദ സെയിം പാറ്റേൺ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് 0 വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെയിം ഡാറ്റ വരുമ്പോഴത്തേക്കും ദ സിഗ്നൽ വിൽ റിമെയിൻ ഇൻ ദ സെയിം പാറ്റേൺ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദോസ് സിഗ്നൽ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മൾട്ടി ലെവലിലോട്ടൊക്കെ പോയത്. ഓക്കെ, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടുന്നൊരു മെത്തേഡാണ് നമ്മുടെ ബൈഫേസ്. ഇത് രണ്ട് കോൺസെപ്റ്റ്, മാഞ്ചസ്റ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ. ലെറ്റ് us go into the detail of Manchester and differential Manchester. First one, Manchester code. Manchester code, there is a transition at the middle of each bit period. The transition of the resultant pulse is from high to low in the middle of the interval for input bit 1, while the transition is low to high from the input bit 0. അതായത് നമുക്ക് മാഞ്ചസ്റ്റർ കോഡിൽ നമ്മൾ സാധാരണ രീതിയിൽ ബിറ്റ് ട്രാൻസിഷൻ വരുന്നത് ഒന്നുകിൽ ബിറ്റ് പീരീഡിൻ്റെ തുടക്കത്തിലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബിറ്റ് പീരീഡിൻ്റെ അവസാനമായിരിക്കും. ഇവിടെ ട്രാൻസിഷൻ വരുന്നത് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡാണ്. ദിസ് ഈസ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്. ഓക്കെ, ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡ്, ദിസ് ഈസ് ദ മിഡിൽ ആൻഡ് ദിസ് ഈസ് ദ എൻഡ്. നോർമലി ദ ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ് അല്ലേ. പ്രീവിയസ് എടുത്ത് നോക്കൂ, ഇവിടെ ട്രാൻസിഷൻ ഒക്കർ ചെയ്തേക്കുന്നത് എവിടെയാണ്? തുടക്കത്തിലാണ് അല്ലേ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡിലാണ് ട്രാൻസിഷൻ ഒക്കർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ എല്ലാം കണ്ടോ, ഇവിടെ ബിഗിനിങ്ങിലാണ് ഒക്കർ ചെയ്തിരിക്കുന്നത് ട്രാൻസിഷൻ, ഇവിടെയും ബിഗിനിങ്ങിലാണ് ഒക്കർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഇൻ മാഞ്ചസ്റ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ ദ ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്. ക്ലിയർ? ഇതാണ് മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്, ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡ്. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് നോക്കാം. ഓക്കെ, ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ നമ്മളെങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് വരുന്നതെങ്കിൽ വിൽ ബി ഹാവിങ് എ ട്രാൻസിഷൻ ഫ്രം ലോ ടു ഹൈ, ഹൈ ടു ലോ. ഓക്കെ, 1 ആണ് വരുന്നതെങ്കിൽ ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം ലോ ടു ഹൈ. ഓക്കെ, മനസ്സിലായില്ലേ? എന്താ പറയാം, 0 ആണ് വരുന്നതെങ്കിൽ ദ ട്രാൻസിഷൻ ഈസ് ഫ്രം ഹൈ ടു ലോ. ഓക്കെ, ഓർത്താൽ മതി. 0 ആകുമ്പോഴത്തേക്കും ഹൈ നിൽക്കുന്ന ആൾ താഴോട്ട് ലോയിലോട്ട് പോകണം, 1 ആകുമ്പോഴത്തേക്കും ലോയിൽ നിൽക്കുന്ന ആൾ ഹൈയിലോട്ട് പോകണം. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ്. ഇനി നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുക, 0. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഒക്കർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഒക്കറിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്. ഓക്കെ, മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡിലാണ് ട്രാൻസിഷൻ ഒക്കർ ചെയ്യുന്നത്. അപ്പം 0 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകണം അല്ലേ. അപ്പോൾ ഹൈ നിൽക്കുന്ന ആൾ ലോയിലേക്ക് പോയി. ഓക്കെ, 1 എന്ന് പറയുമ്പോഴത്തേക്കും ലോയിൽ നിൽക്കുന്ന ആൾ ഹൈയിലോട്ട് പോകണം, ലോയിൽ നിൽക്കുന്ന ആൾ ഹൈയിലോട്ട് പോയി. എഗെയിൻ 0, അടുത്ത ബിറ്റ് പീരീഡ് 0. ഓക്കെ, അപ്പോൾ ഹൈ നിന്ന ആൾ ലോയിലോട്ട് പോകും. ഇനി എഗെയിൻ 0, വീണ്ടും 0 ആണ് അല്ലേ. വീണ്ടും 0 ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ഹൈയിലോട്ട് പോയിട്ട് വീണ്ടും ലോയിലോട്ട് പോകണം അല്ലേ. അപ്പോൾ വീണ്ടും 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇവനെ ഹൈയിലോട്ട് എടുക്കും. എന്നിട്ട്
മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡിൽ വീണ്ടും നമ്മൾ ഹൈയിൽ നിന്ന് ലോയിലോട്ട് പോകും. ഓക്കെ, ഒന്നുകൂടെ ഞാനിത് പറയാം. ഈ കണ്ടിന്യൂസ് 0 നോക്കുക. ഓക്കെ, അപ്പോൾ 0 വരുമ്പോഴത്തേക്കും ഹൈ ടു ലോ ആണല്ലേ, ഹൈയിൽ നിന്ന് ലോയിലോട്ട് പോകണം. ഈ വീണ്ടും കണ്ടിന്യൂസ് 0 വരുമ്പോഴത്തേക്കും വീണ്ടും ഹൈ ടു ലോ പോകണം അല്ലേ. ഹൈ ടു ലോയിലോട്ട് പോകാൻ ഈ ലോയിൽ നിൽക്കുന്ന ആൾ വീണ്ടും ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡിൽ ഹൈയിലോട്ട് പോയിട്ട് വീണ്ടും മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡിൽ വീണ്ടും ഹൈയിൽ നിന്ന് ലോയിലോട്ട് പോകും. ഓക്കെ, ഇതൊന്ന് വരച്ച് നോക്കുക. നെക്സ്റ്റ് 1 ആകുമ്പോഴത്തേക്കും എന്താണ്, ലോയിൽ നിൽക്കുന്ന ആൾ ഹൈ പോകണം. ലോയിൽ നിൽക്കുന്ന ആൾ ഹൈ പോകണം. 1 വീണ്ടും 1. ഓക്കെ, ലോയിൽ നിൽക്കുന്ന ആൾ ഹൈയിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡിൽ ഇറ്റ് വിൽ കം ടു ലോ. ഓക്കെ, എഗെയിൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. വീണ്ടും ലോയിൽ നിന്ന് ഹൈയിലോട്ട് പോകും. ആ ലോയിൽ നിന്ന് ഹൈയിലോട്ടുള്ള ട്രാൻസിഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്. ഓക്കെ, നെക്സ്റ്റ് 0 ഹൈയിൽ നിന്ന് ലോ. ഓക്കെ, അഗെയിൻ 0 നമ്മൾ ഇങ്ങനെ പോകുന്നു. വീണ്ടും ഹൈയിൽ നിന്ന് ലോ. ഓക്കെ, നെക്സ്റ്റ് ഹൈയിൽ നിന്ന് ലോ. ഓക്കെ, 1. ഓക്കെ, 1 ആകുമ്പോഴത്തേക്കും വീണ്ടും ലോയിൽ നിന്ന് ഹൈ. ഓക്കെ, ലോയിൽ നിന്ന് ഹൈ. ഓക്കെ, വീണ്ടും 1 വന്നു. അപ്പോൾ വീണ്ടും ലോയിൽ നിന്ന് ഹൈ ആണ്. അപ്പം വീണ്ടും ലോയിൽ നിന്ന് ഹൈയിലേക്ക് വരാൻ വേണ്ടി ഹൈ നിൽക്കുന്ന ആൾ ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡ് ലോയിലോട്ട് വരും. എന്നിട്ട് മിഡിലിൽ വീണ്ടും ലോ ടു ഹൈയിലോട്ടുള്ള ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ മതി. എന്താണ്, 0 വരുമ്പോഴത്തേക്കും ദ ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് ഫ്രം ലോ ഹൈ ടു ലോ. ഈ ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ് ആണ് അല്ലേ. 1 വരുമ്പോഴത്തേക്കും ഫ്രം ലോ ടു ഹൈ ആണ്. അപ്പോൾ ഈ ലോ ടു ഹൈ ട്രാൻസിഷൻ എപ്പോഴും ഒക്കർ ചെയ്യുന്ന അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്. ക്ലിയർ? ദിസ് ഈസ് നോൺ ആസ് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് സ്കീം. ക്ലിയർ? ഇതിൻ്റെ ഒരു വേരിയേഷനാണ് അടുത്തത്, ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ എൻകോഡിംഗ് സ്കീം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എങ്ങനെയാണ്, നേരത്തെ മാഞ്ചസ്റ്ററിൽ ദ ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ് അല്ലേ. ഇവിടെ നമുക്ക് ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് ബോത്ത് അറ്റ് ദ മിഡിൽ ആസ് വെൽ ആസ് ദ ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് നോക്കാം. ഇഫ് ദെയർ ഒക്കേഴ്സ് എ ട്രാൻസിഷൻ അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ് ദെൻ ദ ഇൻപുട്ട് പൾസ് ഈസ് 0. If there is no transition occurring at the beginning but transition at the middle of the bit period, then it is 1. That means 1 വരുമ്പോഴത്തേക്കും മിഡിൽ മാത്രമേ ട്രാൻസിഷൻ, മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡിൽ മാത്രമേ ട്രാൻസിഷൻ ഒക്കർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 0 വരുമ്പോഴത്തേക്കും ദ ട്രാൻസിഷൻ ഈസ് ഒക്കറിങ് അറ്റ് ദ ബിഗിനിങ് ആസ് വെൽ ആസ് മിഡിൽ. ഓക്കെ, അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫിഗർ. സോ ഫസ്റ്റ് ഹിയർ 0. അപ്പോൾ 0 വരുമ്പോഴത്തേക്കും ഇറ്റ്സ് അറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് എന്താണ്, ട്രാൻസിഷൻ ഒക്കറിങ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ മിഡിൽ അല്ലേ. അപ്പോൾ 0 വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ട്രാൻസിഷൻ നമുക്ക് ഇവിടെ നിന്ന ആൾ അല്ലേ, ഇവിടെ നിന്ന ആൾ ട്രാൻസിഷൻ 0 നിന്ന് ലോയിലോട്ട് പോകും, ഹൈയിൽ നിന്ന് ലോയിലോട്ട് പോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, മിഡിലിൽ വീണ്ടും ലോയിൽ നിന്ന് ഹൈയിലോട്ട് പോകും. ക്ലിയർ? അപ്പോൾ 1 വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, 1 വരുമ്പോഴത്തേക്കും ബിഗിനിങ് ഓഫ് ദ ബിറ്റ് പീരീഡിൽ ട്രാൻസിഷൻ ഇല്ല. ഓക്കെ, പിന്നെ എപ്പോഴാണ് ട്രാൻസിഷൻ വരുന്നത്, മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ്. അപ്പോൾ 1ൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹൈ നിന്ന ആൾ ലോയിലോട്ട് പോകുന്നു. ക്ലിയർ? നെക്സ്റ്റ് 0 ആകുമ്പോഴത്തേക്കും ദ ട്രാൻസിഷൻ വിൽ ഒക്കർ അറ്റ് ബോത്ത് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ മിഡിൽ. അപ്പോൾ ഇവിടെ ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ ഉണ്ടല്ലേ, ലോയിൽ നിന്ന ആൾ ഹൈയിലോട്ട് പോകുന്നു, മിഡിലും ഉണ്ട്, ഹൈ നിന്ന ആൾ ലോയിലോട്ട് പോകും. ഓക്കെ, അഗെയിൻ 0. അപ്പോൾ 0 ആകുമ്പോഴത്തേക്കും ബിഗിനിങ്ങിലും മിഡിലും ട്രാൻസിഷൻ ഉണ്ടല്ലേ. അപ്പോൾ ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ, മിഡിൽ ട്രാൻസിഷൻ. ഇനി 1 ആണ്. 1 ആയതുകൊണ്ട് മിഡിൽ മാത്രമേ ട്രാൻസിഷൻ ഉള്ളൂ അല്ലേ. അപ്പോൾ ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ ഇല്ല, നേരെ മിഡിൽ പോയിട്ട് ട്രാൻസിഷൻ. ഓക്കെ, അഗെയിൻ 1. ഓക്കെ, 1 ആയതുകൊണ്ട് ദർ ഈസ് നോ ട്രാൻസിഷൻ അറ്റ് ദ ബിഗിനിങ്, ട്രാൻസിഷൻ ഒക്കേഴ്സ് ഓൺലി അറ്റ് ദ മിഡിൽ. ഓക്കെ, അപ്പോൾ മിഡിൽ വരുമ്പോൾ ട്രാൻസിഷൻ. ഇനി രണ്ടാമത്, ഇനി അടുത്ത 0 ആകുമ്പോഴത്തേക്കും ബിഗിനിങ്ങിൽ ട്രാൻസിഷനും മിഡിലും ട്രാൻസിഷനും ഉണ്ട്. അപ്പോൾ ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ, മിഡിൽ ട്രാൻസിഷൻ. ഓക്കെ, അഗെയിൻ 0 ആകുമ്പോഴത്തേക്കും
ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ, 0 നിന്ന ആൾ ഹൈയിലോട്ട് പോയി, ദെൻ മിഡിലിൽ ട്രാൻസിഷൻ. ഓക്കെ, വീണ്ടും 0 ആകുമ്പോഴത്തേക്കും ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ, മിഡിലിൽ ട്രാൻസിഷൻ. ഞാൻ 1 ആയതുകൊണ്ട് ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ ഇല്ല. ഓക്കെ, നേരെ മിഡിലാണ് ട്രാൻസിഷൻ, മിഡിലിൽ ട്രാൻസിഷൻ. ഇനി വീണ്ടും 1 ആയതുകൊണ്ട് ബിഗിനിങ്ങിൽ ട്രാൻസിഷൻ ഇല്ല, മിഡിലിൽ മാത്രം ട്രാൻസിഷൻ. ക്ലിയർ? ദിസ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഇൻ ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ എൻകോഡിംഗ്. Okay, so when 0 is occurring, the transition is occurring both at the beginning as well as the middle of the bit period. When 1 is occurring, the transition will happen only at the middle of the bit period. Clear? That is the concept of differential Manchester encoding scheme. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാനതൊന്ന് മാർക്ക് ചെയ്ത് തരാം. 0 ആണ് വരുന്നതെങ്കിൽ ദ ട്രാൻസിഷൻ ഒക്കറിങ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ മിഡിൽ ഓഫ് ദ ബിഗ് പീരീഡ്. ഓക്കെ, 1 ആണ് വരുന്നതെങ്കിൽ ട്രാൻസിഷൻ ഒക്കറിങ് ഓൺലി അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ നോക്കുക. ഇപ്പോൾ 0 ആയതുകൊണ്ട് ബിഗിനിങ്ങിലും മിഡിലും ഉണ്ട് ട്രാൻസിഷൻ. 1 ആയതുകൊണ്ട് മിഡിലിൽ മാത്രമുണ്ട് ട്രാൻസിഷൻ. 0 ആയതുകൊണ്ട് ബിഗിനിങ്ങിലും മിഡിലും ഉണ്ട് ട്രാൻസിഷൻ. 0 ആയതുകൊണ്ട് ബിഗിനിങ്ങിലും മിഡിലും ഉണ്ട് ട്രാൻസിഷൻ. 1 ആയതുകൊണ്ട് ബിഗിനിങ്ങിലില്ല, മിഡിലിൽ മാത്രമേ ഉള്ളൂ. വീണ്ടും 1 ആയതുകൊണ്ട് ബിഗിനിങ്ങിലില്ല, മിഡിലിൽ മാത്രമേ ഉള്ളൂ. 0 ആയതുകൊണ്ട് ബിഗിനിങ്ങിലും ഉണ്ട്, മിഡിലും ഉണ്ട്. വീണ്ടും 0 ആയതുകൊണ്ട് ബിഗിനിങ്ങിലും ഉണ്ട്, മിഡിലും ഉണ്ട്. വീണ്ടും 0 ആയതുകൊണ്ട് ബിഗിനിങ്ങിലും മിഡിലും ഉണ്ട്. 1 ആയതുകൊണ്ട് ബിഗിനിങ്ങിലില്ല, മിഡിൽ മാത്രമേ ഉള്ളൂ. 1 ആയതുകൊണ്ട് there is no transition at the beginning, only at the middle. Okay, this is known as differential Manchester encoding. Clear? അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും കൂടെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ഓരോന്നായിട്ടാണ് ഞാൻ കോപ്പി ചെയ്ത് ഓരോ കോൺസെപ്റ്റിലൊക്കെ കീഴിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചത്. സോ ദിസ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ എക്സാമിന് ദേ വിൽ ഗീവ് എ ബിറ്റ് സീക്വൻസ്. ഓക്കെ, ഇതുപോലെ ഒരു ബിറ്റ് സീക്വൻസ് തരും. വി ഹാവ് ടു ക്രിയേറ്റ് ദ different encoding patterns: NRZL, NRZI, Bipolar Ami, Pseudoternary, Manchester, Differential Manchester. എല്ലാം ചോദിക്കണമെന്നില്ല, ഒരു 3-4 എണ്ണം, ഒരു 2-3 ചോദിക്കും. Okay, this is a sure question. Okay, you please carefully watch this video and I will give a exercise question. You have to answer this question based on this concept. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, താങ്ക് യു.